പത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തുടങ്ങിക്കോ. മനോരമ തുടങ്ങാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മനോരമയുടെ ലീഡും മാതൃഭൂമിയുടെ ലീഡും വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ബജറ്റ് ഡേ ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം മാതൃഭൂമി എന്ന് കൊടുത്തിരിക്കുന്ന ലീഡ് എന്ന് പറയുന്നത് ധനമാനേജ്മെന്റിൽ കേരളം പോരാ എന്നുള്ളതാണ്. അത് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ ആ കേസ് സാമ്പത്തികമായി അപ്പം കേന്ദ്രത്തിന്റെ നിലപാടെന്ന് പറയുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നെന്ന കേരളത്തിൻ്റെ പരാതിക്ക് പിന്നെ ഈ പറയുന്ന കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ മോശമാണ്. ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാർ തന്നെ മുമ്പ് വെച്ചിട്ടുള്ള ധവളപത്രവും വെച്ചുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്. വലിയ ആരോപണമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിനെതിരെ നിയമവും വായ്പാ പരിധിയും മറികടക്കാനാണ് കേരളം ബജറ്റിൽ ഉൾപ്പെടുത്താതെ കിഫ്ബി, KSSFP തുടങ്ങിയിട്ടുള്ള ഈ പെൻഷൻ ലിമിറ്റഡ് പദ്ധതിയുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഞാൻ ഇതിനകത്ത് കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഇതിനകത്ത് 1990കളിൽ ബ്രസീലിലും മെക്സിക്കോയിലും അർജന്റീനയിലും പിന്നീട് റഷ്യയിലും ഉണ്ടായ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം ആ രാജ്യത്തിലുണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ കാര്യം സുപ്രീം കോടതിയിൽ കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെക്കാവുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് തകർന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വലിയ ശക്തമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ കേന്ദ്ര യാഥാർത്ഥ്യം 5.83 ആണ് എന്നുള്ളതാണ്. അതെ. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സംസ്ഥാനം അതിന് മറുപടി പറയാൻ പോകുന്നതെന്നുള്ളത് വളരെ കൗതുകരമാണ്. ചില യാഥാർത്ഥ്യം എന്ന് തോന്നിക്കുന്ന കണക്കുകൾ കേരളത്തിൻ്റെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ കമ്മി ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. GSDPയുടെ 3.17%. മറ്റ് സംസ്ഥാനങ്ങളിലെ ശരാശരി 0.46% മാത്രമാണെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതേപോലെ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രകാരം കേരളത്തിൻ്റെ ബാക്കി നിൽക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് GSDPയുടെ 30% 39% കഴിഞ്ഞ സാമ്പത്തിക വർഷം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ധനകാര്യ മാനേജ്മെൻറ്റ് കേരളത്തിൻ്റെ അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന സത്യവാങ്മൂലമാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് കേരളം നിശ്ചയമായും മറുപടി പറയണമല്ലോ കേരളത്തിൻ്റെ. അപ്പോൾ അതാണ് ഇന്ന് മാതൃഭൂമി വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിലൊരു പടം മാത്രമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ഈ ഇന്നലത്തെ സമ്മേളനത്തെക്കുറിച്ചുള്ളത്. ഒരു പടം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ വാർത്ത അകത്താണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ തന്നെ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ റിപ്പോർട്ട് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്നും അതുകൊണ്ട് KC വേണുഗോപാൽ ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് മത്സരിക്കില്ല. അതായത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് 2 പേർ ഒരു സംസ്ഥാനത്തിൽ നിന്ന് തന്നെ മത്സരിക്കേണ്ട എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. അപ്പം അത് മാത്രമല്ല 15 സിറ്റിംഗ് MP-മാരോട് പിന്നെ പ്രചാരണത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 പേരുടെ കാര്യത്തിൽ, അതായത് കണ്ണൂരും ആലപ്പുഴയും, ആ 2 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇനി തീരുമാനം എടുക്കാനുള്ളത്. ബാക്കി 15 പേർക്കും ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നുവെന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയെന്നും പിന്നെ മാതൃഭൂമി ഉറപ്പിക്കുന്നു. അപ്പോൾ അത് വിശ്വസനീയമായ വാർത്ത തന്നെയാണ്. അതിനാണ് സാധ്യത. മറ്റെവിടെയും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പിന്നെ പത്രം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തിരിക്കുന്ന വാർത്ത ഈ സാഹിത്യ അക്കാദമിയിലെ വിഴുപ്പലക്കലാണ്. അതൊരു വലിയ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനത്തെ ചൊല്ലി KS അച്യുതാനന്ദൻ പറഞ്ഞ ക്ലീഷേ എന്ന പ്രയോഗം, അതിനോടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ എതിർപ്പും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും, അത് രണ്ടും വളരെ പ്രധാനമായിട്ട് പത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അതിഥിയായി വന്നിട്ട് എൻ്റെ കേരള ഗാനം ഇതാണ് എന്ന് പറഞ്ഞ വരികൾ നമുക്ക് വേണ്ടി റിപ്പോർട്ടറിലൂടെ ആലപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിവാദം, ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ തുക അദ്ദേഹം നിരസിച്ചു. തുകയല്ല, അത് അധികം കൂടുതൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം ആ വാർത്തകളൊക്കെ വളരെ പ്രാധാന്യത്തോട് കൈകാര്യം ചെയ്തിരിക്കുന്നു. ഖാർഗെയുടെ തൃശ്ശൂരിലെ വരവുമായി ബന്ധപ്പെട്ട് അകത്ത പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മോദി സർക്കാർ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു എന്ന് ഖാർഗെ പറഞ്ഞിരിക്കുന്നു. അത് അങ്ങേയറ്റം അപകടകരമാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഫെഡറൽ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നതെന്നുള്ള ഒരു നിലപാട് ഖാർഗെ പറയുന്നു. അതായത് ഇവിടെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണെന്നും, എന്നാൽ സുപ്രധാനമായ കാര്യം സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള പാളിച്ചയും വീഴ്ചയുമാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയാണെന്ന് ഉച്ചത്തിൽ പറയാൻ ഖാർഗെ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ
സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് കോൺഗ്രസ് വെള്ളിയാഴ്ച തീരുമെന്ന് തോന്നുന്നു അല്ലേ പാർലമെന്റ് സമ്മേളനം? അതെ. വെള്ളിയാഴ്ച പാർലമെന്റ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതുമാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ന് പത്രത്തിൽ. കുറച്ച് വേഗത്തിൽ പോകാം. ബജറ്റ് ആയതുകൊണ്ട് മനോരമയിലും പ്രധാനമായി ഈ വാർത്തകളൊക്കെ തന്നെയാണുള്ളത്. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ തൃശ്ശൂരിലെ കേളികൊട്ട എന്ന തലക്കെട്ടിലാണ് വലിയൊരു ചിത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യ വാർത്തയും അതുതന്നെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ പുഷ്പഹാരം അണിയിക്കുന്ന കോൺഗ്രസ് മഹാജനസഭ വേദിയിലെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വോട്ട് ചോദിക്കുന്നത് രാജ്യത്തിന് വേണ്ടി എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരളം ജയിച്ചാൽ കോൺഗ്രസ് ഇന്ത്യ ജയിക്കും. അതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം വേണം. കെ പി സി സി പ്രസിഡന്റ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രമാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒരു വിശദീകരിച്ച വാർത്ത പേജ് 9-ലുമുണ്ട്. അതിൽ ആവേശത്തിൽ അണികൾ, വീര്യം പകർന്ന നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പൂരപ്പറമ്പ് നിറഞ്ഞുള്ള ക്രൗഡിന്റെ ചിത്രവും ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് തുടക്കമിടുകയാണ്. 20 സീറ്റിലും ജയിച്ച് ഞങ്ങൾ ഇത്തവണ രാഷ്ട്രീയ ചരിത്രം തിരുത്തും എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ആ തീപ്പൊരി തേക്കിൻകാട് മൈതാനത്ത് തിങ്ങി നിറഞ്ഞവരിൽ ആവേശമായി പടർന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കെ സി വേണുഗോപാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ ഒരു ആഘോഷം കൂടി അവിടെ നടന്നിട്ടുണ്ട്. മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് തിരിച്ചു വന്നാൽ സംസ്ഥാന ബജറ്റ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം വാർത്ത മാത്രമാണ് കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഉൾപേജുകളിലും കാര്യമായൊന്നും ബജറ്റിനെ കുറിച്ചുള്ള വിശകലനങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കടക്കാനായിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് മനോരമയുടെ ഒരു വാർത്തയാണ്. അത് മറ്റ് പത്രങ്ങളിലും ദേശീയ ചാനലുകളിലുമൊക്കെ വന്നിട്ടുണ്ട്, നമ്മളും കൊടുക്കുന്നുണ്ട്. മത്സര പരീക്ഷകളിലെ ക്രമക്കേടിന് 10 വർഷം ജയിൽ, പിഴ 1 കോടി വരെ ബിൽ ഇന്ന് ലോക്സഭയിൽ വരുന്നു. അതായത് പൊതുപരീക്ഷ അന്യായ രീതികൾ തടയുന്നതിനുള്ള ബിൽ, അതാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ചോദ്യക്കടലാസ് ചോർത്തലടക്കം 20 കുറ്റങ്ങൾ ഈ ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൾമാറാട്ടം, ഉത്തരക്കടലാസ് തിരിമറി, രേഖകളിലെ തിരിമറി, റാങ്ക് ലിസ്റ്റ് അട്ടിമറി എന്നിവ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുക. നന്ദി പ്രമേയത്തിന് നരേന്ദ്രമോദിയുടെ മറുപടിയും ഇന്നുണ്ടാകും. ഉൾപേജുകളിലേക്ക് വന്നാൽ, നേരത്തെ കേരളം ഇന്ന് ബജറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ കേന്ദ്രത്തിന്റെ ഒരു പിടിച്ചു ഞെരുക്കുന്ന സമീപനം, നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ കർണാടക സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞത് എന്താണ് എന്നത് മനോരമ ഉൾപേജിൽ നൽകിയിരിക്കുന്നു. കേരളത്തിന് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ട്. കേരളത്തിന് മാത്രമായി കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ല. അങ്ങനെ ഒരു കത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു എന്ന കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്രത്തോട് തേടിയ വിശദീകരണത്തിന് മറുപടിയായിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് എന്നാണ് ധനകാര്യ മന്ത്രാലയം കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. ധനകാര്യ മാനേജ്മെന്റ് ഏറ്റവും മോശം കേരളത്തിലാണ് എന്ന് 14-15 ധനകാര്യ കമ്മീഷനുകൾ കാണിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം റവന്യൂ കമ്മിയിലെ വർധനയടക്കമുള്ള കണക്കുകൾ. ഈ ഹർജി 13-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ വീണ്ടും വരുന്നത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് സർ സൂചിപ്പിച്ചതുപോലെ കേരള ഗാനമാകെ അപശ്രുതി, അത് മനോരമയും വളരെ വിശദമായി തന്നെ എഡിറ്റോറിയൽ പേജിന് വലതുവശത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിർബന്ധിച്ചെഴുതിച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ സ്റ്റേറ്റ്മെന്റ്. ഓരോരുത്തരുടെയും കെ സച്ചിദാനന്ദൻ, ഡോക്ടർ എം ലീലാവതി ഉൾപ്പെട്ട സമിതിയാണ് ഈ ഗാനം ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചതിൽ എം ലീലാവതി ഞാൻ ആ ഗാനം കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞത്. ഗാനം തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഞാനുണ്ടായിരുന്നു, പക്ഷേ ഈ യോഗം ചേർന്ന ദിവസം അസുഖം കാരണം പങ്കെടുക്കാനായില്ല. ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല എന്നത് സച്ചിദാനന്ദനോട് ചോദിച്ചാൽ അറിയാമല്ലോ എന്നാണ് ഡോക്ടർ എം ലീലാവതിയുടെ മറുപടി. ഹരിനാരായണൻ പറയുന്നു, ഞാൻ ഈ വിവാദത്തിൽ അപ്രതീക്ഷിതമായി ഉൾപ്പെട്ടതാണ്. ശ്രീകുമാരൻ തമ്പിക്ക് താരതമ്യം. വളരെ നല്ല ഒരു പ്രതികരണമാണ് വി കെ ഹരിനാരായണന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പിന്നെ ഈ നഷ്ടപരിഹാരം തരാമെന്നുള്ള സാഹിത്യ അക്കാദമിയുടെ വാഗ്ദാനം നിരസിക്കുന്ന ചുള്ളിക്കാടിന്റെ പ്രതികരണം, അങ്ങനെ വളരെ വിശദമായി തന്നെ അത് കൊടുത്തിട്ടുണ്ട് മനോരമ ഉൾപേജിൽ. മറ്റു വാർത്തകളൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഹിന്ദുവിലേക്ക് വളരെ വേഗം പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇന്നിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വാർത്തയില്ലാത്ത ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമി യാത്രാബത്തയൊക്കെ വെച്ചിട്ട് വാർത്ത ഉണ്ടാക്കുന്നുവെങ്കിൽ ഹിന്ദുവിൽ വാർത്ത കുറവാണ്, പൊതുവെ ദേശീയ തലത്തിൽ വാർത്ത കുറവാണ്. പക്ഷേ ഇന്ന് ചമ്പൈ സർക്കാർ വിശ്വാസ വോട്ട് തേടുന്ന ദിനമായതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ആ നിലയിൽ ഒരു ചാക്കിട്ടുപിടുത്തം ഉണ്ടാകുമോ എന്നുള്ള സംശയം ഏതായാലും ദ ഹിന്ദുവിൻ്റെ വാർത്തയിലുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്ന് നമ്മൾ അരി വാങ്ങുന്നുണ്ട്. അപ്പോൾ നേരിട്ടാണ് അരി വാങ്ങുന്നത്. GR അനിൽ പോയി തെലങ്കാനയിലെ ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന വാർത്ത. തെലങ്കാന ടു സെൽ റൈസ് ടു കേരള ഫോർ ക്വിക്ക് പേ എന്ന നിലയിൽ ഒരു വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് വന്നാൽ നമുക്ക് ദേശീയ തലത്തിൽ ഇപ്പോഴും ദ ഹിന്ദു പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകൾ സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനം ഇതുവരെ ഉത്തർപ്രദേശിലെ ന്യായയാത്രയുടെ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് അഖിലേഷ് പറയുകയാണ്. ഇതിനകം ന്യായയാത്രയുടെ പുതിയ
ലെഗിന് ഞങ്ങൾക്ക് ഏതായാലും ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടില്ല എന്ന് അഖിലേഷ് പറയുന്നു. എന്നാൽ കോൺഗ്രസ് അതിൻ്റെ ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അഖിലേഷിന് ക്ഷണം നൽകാതിരിക്കുന്നത് എന്നുമാണ് കോൺഗ്രസ് ആ വാർത്തയിൽ വിശദീകരിക്കുന്നത്. ജയറാം രമേശാണ് അത് പറയുന്നത്. മറ്റൊരു വാർത്ത തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള തർക്കമാണ്. കോൺഗ്രസ് ഡിനൈസ് റിഫ്റ്റ് സേസ് സീറ്റ് ടോക്സ് വിത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വീണ്ടും അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുകയാണ്. ഏതായാലും തൃണമൂൽ കോൺഗ്രസുമായി ധാരണയിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ള പ്രതീക്ഷ ദ ഹിന്ദു പുലർത്തുന്നുണ്ട്. അതാണ് ദേശീയ തലത്തിൽ നിന്നുള്ള രണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകൾ. അതോടൊപ്പം തന്നെ മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയിലെ ഒരു സ്റ്റാഫ് അംഗം യു പിയിൽ വെച്ച് ചാരവൃത്തിയിൽ ഏർപ്പെട്ടതിന് പിടികൂടിയത് ദ ഹിന്ദു അതിൻ്റെ നാഷണൽ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഫിഡൻറ്റ് ദാറ്റ് ജാർഖണ്ഡ് ഗവൺമെൻറ് വിൽ ക്ലിയർ ഫ്ലോർ ടെസ്റ്റ് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതാണ് പ്രധാനമായും ദേശീയ തലത്തിൽ ദ ഹിന്ദുവിന് മുന്നോട്ട് വെക്കാൻ ഉള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ വാർത്തകൾ എന്നുള്ളതാണ്. ഇന്നലെ ഉത്തരാഖണ്ഡ് UCC പാസ്സാക്കി. ഉത്തരാഖണ്ഡ് മന്ത്രിസഭ കരട് പ്രമേയം അംഗീകരിച്ചു. ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തതാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജോ ബൈഡൻ്റെ ഫസ്റ്റ് പ്രൈമറി കഴിഞ്ഞിരിക്കുന്നു. ജോ ബൈഡൻ സ്വീപ് സൗത്ത് കാരോലിന ടു മേക്ക് ട്രംപ് എ ലൂസർ. രണ്ടാമതും തുടർച്ചയായി ട്രംപിനെ ഒരു ലൂസറാക്കി മാറ്റുമെന്ന് ബൈഡൻ പറയുന്നു എന്നുള്ളതാണ്. ബൈഡൻ ഇവിടെ സൗത്ത് കാരോലിനയിൽ വലിയ ലീഡാണ് ഉണ്ടായിരിക്കുന്നത്. 96.4% ബൈഡന് സൗത്ത് കാരോലിനയിൽ കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വളരെ കുറഞ്ഞ വോട്ടുകൾ 2%, 1.6%. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബൈഡൻ വരുന്നു എന്നുള്ള സൂചന വ്യക്തമാണ്. അപ്പോൾ ബൈഡൻ വേഴ്സസ് ട്രംപ് എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്ലേ.